അറബി ഭാഷയിലൊരു പഴഞ്ചൊല്ലുണ്ട്, അവ്വലുൽ ഖദബി ജുനൂൻ വ ആഖിറുഹു നദാമത്തുൻ. അതിനർത്ഥം ഇങ്ങനെയാണ്: ദേഷ്യത്തിൻ്റെ ആരംഭം ഒരു തരം ഭ്രാന്താണ്, എന്നാൽ അതിൻ്റെ അവസാനം വല്ലാത്ത ഖേദവുമാണ് എന്ന്. നമുക്കറിയാം, ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ കാണിച്ചു കൂട്ടുന്ന പല കോപ്രായത്തരങ്ങളും നമ്മൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല. പലപ്പോഴും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വാക്കുകൾ പറയും, പല വിധത്തിലുമുള്ള അക്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവും. ഇതൊക്കെ ഒരു തരം ഭ്രാന്താണ്. എന്നാൽ ദേഷ്യമൊക്കെ അടങ്ങിയതിന് ശേഷം നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ഖേദം വരും. ഞാൻ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞു പോയാൽ ഇനിയിപ്പോൾ എന്താ ആക്കൽ എന്ന രീതിയിലുള്ള വല്ലാത്ത ഖേദമാണ് ഉണ്ടാവുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൈസ ഷദീദു ബിസ്സുറഅ, ഏറ്റവും വലിയ ശക്തൻ എതിരാളിയെ ഗുസ്തിയിൽ മറിച്ചിടുന്നവനല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വലാകിന്ന ഷദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഖദബി, എന്നാൽ യഥാർത്ഥ ശക്തൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുന്ന സമയത്ത് അവൻ്റെ സ്വന്തം നഫ്സിനെ, സ്വന്തം ആത്മാവിനെ നല്ലോണം മുറുക്കി പിടിക്കുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. ദേഷ്യം സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കാര്യമാണ്, അതൊരു മനുഷ്യൻ്റെ വികാരം തന്നെയാണ്. എന്നാൽ അതിനെ നല്ല നിലയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അവിടെയാണ് നമുക്ക് വിജയം എന്നുള്ളത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ.